ഇങ്ങനെ തോടോടങ്ങ് തട്ടിക്കും കുരു കളയണ്ടേ? അല്ല തട്ടാല്ലേ? ഇതാ പച്ചക്ക കേട്ടോ. ഇതാ ഫസ്റ്റ് ടൈം കേട്ടോ, ഫസ്റ്റ് ടൈം. ഇത് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ? വെൽക്കം ടു സാമ്പ്രാണിക്കൊടി. അപ്പൊ സാമ്പ്രാണിക്കൊടിയിലേക്ക് വെള്ളത്തിലേക്ക് മുങ്ങിയിട്ട് വാരും കേട്ടോ. അപ്പൊ ചെവിയിൽ വേറെ ഇയർബഡും കൊണ്ട് വെക്കും. അങ്ങനെ മുങ്ങും, വാരി എടുത്തോണ്ട് പോകും. അങ്ങനെ ഇപ്പൊ പോവാൻ റെഡി ആയിട്ടുള്ള ബോട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. സാമ്പ്രാണിക്കുടിയിലേക്ക് പോകാനുള്ള ബോട്ടാട്ടോ. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഇതേതാ ചേട്ടാ സ്ഥലത്തിൻ്റെ പേര്? സാമ്പ്രാണിക്കുടിയിലേക്ക് പോകുന്ന ബോട്ട് ജെട്ടിയുടെ സ്ഥലത്താണ് ഉള്ളത് അല്ലേ? ഇവിടെ കേട്ടോ ഉള്ളത്. ഇവിടുന്ന് ഇനി ബോട്ട് കയറി നേരെ സാമ്പ്രാണിക്കുടിയിലേക്ക് പോകണം. ഇവിടുന്ന് ഏകദേശം 7 പേരായാൽ മാത്രമാണ് ബോട്ടിൽ നിന്ന് ഇവർ കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഏകദേശം 150 രൂപ വരും. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്കും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പം ഞാൻ ഒറ്റയ്ക്കാണേ. ഓക്കെ, സാമ്പ്രാണിക്കുടിയിലേക്കുള്ള യാത്രയിലെ ബോട്ടാട്ടോ ഇത്. ഇതുണ്ടോ? ആ ദൂരെ കാണുന്നതാണ് സാമ്പ്രാണി. നമ്മൾ പോകുന്ന ബോട്ട് നമ്പർ 9 കേട്ടോ. ഇവിടുന്ന് ഓരോ ബോട്ടിന് നമ്പറുണ്ട്. അപ്പോൾ ആ നമ്പർ അനുസരിച്ചാണ് ഓരോ ബോട്ടുകൾ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ സാമ്പ്രാണിക്കുടി തന്നെയല്ലേ ഇതിൻ്റെ? ഈ സ്ഥലത്തിൻ്റെ പേര് സാമ്പ്രാണിക്കുടി തന്നെയാണ് കേട്ടോ. അത് സാമ്പ്രാണിക്കുടി ഐലൻഡിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ ഓക്കെ. കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കുടി. അപ്പോൾ ഈ വരുന്ന ബോട്ടാണ് കേട്ടോ നമുക്ക് പോകാനുള്ള. ഇവിടെ അടിപ്പിക്കുക അല്ലേ? ഇതാണ് കേട്ടോ സാമ്പ്രാണിക്കുടി. പൊളിയാട്ടോ, പൊളി 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 എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. കിട്ടില്ല ലുക്കാ കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ ഇത്രയും നമ്മൾ വിചാരിക്കില്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളത്തിൽ നടന്നുകൊണ്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പം ചെറിയ രീതിയിലായിട്ട് 100 രൂപയ്ക്ക് അവർ പറഞ്ഞ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് കൊണ്ട് തിരിച്ചു വിടത്തുള്ളൂ. കാട്ടിക്കൂടെയൊക്കെ കൊണ്ടുപോകുന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാനേതായാലും കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല വൈബാട്ടോ, നല്ല രസം. സാമ്പ്രാണിക്കുടി കൊട്ടിക്കളിങ്ങനെ പറക്കുന്നേ പൊളിയാട്ടോ.
കീർക്കമ്മക്കായാ അത് ആക്കിയില്ലല്ലോ. പൊളിച്ചു കൊണ്ടുവന്നാ? ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ വരവുണ്ട് ചേച്ചി. ഈ തോണി ഇതെത്തല കെട്ടി വെച്ചേക്കുന്ന ചേച്ചി? ഓ ഇത് കൊണ്ടുവന്നല്ല. വേറെ ഇവിടെ കഴിക്കാനൊന്നും ഉണ്ടാക്കൂലല്ലോ ചേച്ചി? കപ്പയും കല്ലിമക്കായും ഉള്ളതാ, പക്ഷെ അവരെ മൂള് പ്രസവത്തിന് ചെയ്തതുകൊണ്ടേ. ആ അവരില്ലല്ലേ, ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഉച്ചയ്ക്ക് എന്താ ഉണ്ടാവും ഇവിടെ? ആണോ? ആളുകളുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരത്തുള്ളൂ. അപ്പുറത്ത് ഞാൻ ഇവിടെ കച്ചവടം ഇല്ലാത്ത കൊണ്ടാ. സ്വന്തമായിട്ട് തോണി വാങ്ങി കേട്ടോ, സ്വന്തമായിട്ട് തോണി വാങ്ങി. സാമ്പ്രാണിക്കുടിയിൽ നിന്ന് തോണി വാങ്ങി, തോണി സ്വന്തമായിട്ട്. ഇപ്പൊ മൂക്കിലും കയറൂല. ആ ഇവിടെ വെക്കും. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ടാണ് കക്ക വാരാൻ വേണ്ടി പോകുന്നത്. ഇത് മുങ്ങിയിട്ട് വാരും കേട്ടോ. അപ്പൊ ചെവിയിൽ വേറെ ഇയർബഡ് കൊണ്ട് വെക്കും, ഇങ്ങനെ മുങ്ങും വാരി എടുക്കുമ്പോഴേ കേട്ടോ. അതിനിടുന്ന സാധനമാണ് കക്ക വാരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കക്ക പൊളിക്കുന്ന കക്ക പൊളിക്കട്ടെ. കക്ക പൊളിക്കുകയാണേ. അങ്ങനെ വലിച്ചു മറത്തണ്ട, അത് കണ്ണ് അതിനകത്ത് ഇതുണ്ട്. ഇങ്ങനെ ഈ കറുത്ത അതിനകത്തോട് കത്തി കയറ്റുമ്പോഴേ മേളിൽ അത് തോണ്ടി അങ്ങോട്ടാക്കും. ആ ഇറച്ചി തോണ്ടി അപ്പുറത്ത് അതിനകത്തോട്ട് ആക്കണം. എന്നിട്ട് ഇതങ്ങ് പിടിച്ച് പോന്നാ മതി. രണ്ട് സൈഡ് ഉണ്ടല്ലേ? ഇതങ്ങ് വലിച്ച ഇതിങ്ങനെയല്ലേ? ഇതാണ് കേട്ടോ ഫ്രഷ്. ഇതൊക്കെ കഴിക്കാവുന്നതല്ലേ? എല്ലാം കഴിക്കാവുന്നതാ. അതങ്ങ് അവിടെ നിന്ന് അങ്ങ് തോണ്ടിയാൽ മതി. ഈ കണ്ണ് അതേ ഉള്ളു പിടുത്തം. ഇവിടെ തോന്നിയാൽ പിടുത്തമുള്ളല്ലേ? അതേ ഉള്ളു പിടുത്തം. ഞങ്ങൾ എടുത്താൽ മതി. അതെ, അങ്ങനെ അടുത്ത കക്കയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കക്ക വരെ അടത്തി കേട്ടാ. മീൻ കൂടുതൽ ഇങ്ങനത്തെ സ്ഥലത്താ ഉണ്ടാകുക അല്ലേ? കണ്ടൽക്കാടിന്റെ ഇടയില്. എന്തോരം മീനാ നോക്കി കൂട്ടമായിട്ടാ പോകുന്നത്. ഓ, ഇപ്പൊ ഇവിടെ ഒരു ബക്കറ്റ് വെച്ച് കോരി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടൂലോ. ഇതെന്ത് മീനാത്? നന്തലോ? നന്തലെന്ന് പറഞ്ഞാല് ആണോ? ആ അതെ അല്ലേ? ചേച്ചി ഇടാൻ പോകുന്നേ മറ്റേ അങ്ങനെ കിട്ടത്തില്ലല്ലേ? ആ ഇതല്ലേ ഇഷ്ടം പോലെ കേറിയല്ലേ അതിനകത്ത്. അടിപൊളിയാ കേട്ടോ. അപ്പൊ ഇത് വലുതാകുമ്പോ ഇവിടെ നിൽക്കത്തില്ല? ഓ, അതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ലല്ലേ? അങ്ങനെ ഒരു വിഷയമുണ്ട്. ചേട്ടൻ കക്ക മാത്രമേ വരാൻ പോവുള്ളൂ? മീനും പിടിക്കുവോ? ആണോ? ഞണ്ടിനും പിടിക്കാൻ പോവോ? ഞണ്ടിനെ എങ്ങനെ പിടിക്കുന്ന ചേട്ടൻ? അന്നേരം കയ്യിൽ ഇത് കടിക്കൂലേ? ആണോ? അതെ അല്ലേ? ഞണ്ടിനെ എപ്പോഴാ പിടിക്കാൻ പോന്നെ?
അതെല്ലാം രാവിലെ തന്നെ. നമുക്കൊരു തക്കോ സമയം ഈ കായലിൽ ആ ഒരു സമയത്ത് ഇത് പിടിക്കുന്ന ഒരു സമയം കാര്യമൊക്കെ ഉണ്ടല്ലേ. തക്കം എന്ന് പറയും, നമ്മൾ വെള്ളത്തക്കം എന്ന് പറയും. വെള്ളത്തക്കോ? ഈ വെള്ള ഇളവ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ വെള്ളം ഇളകുന്ന സമയത്തല്ലേ. അന്നേരം ഈ കൂടുതൽ ഞണ്ടും മീനൊക്കെ അന്നേരം പിടിക്കുന്നത് കൂടുതലും. ഈ കക്ക ഇങ്ങനെ പോകത്തില്ലല്ലോ. ഇല്ല, മണ്ണടിയിരിക്കത്തല്ലേ ഉള്ളൂ. ഇത് മേളിൽ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് മേളിൽ കിടക്കുന്നേ മുരിങ്ങ, ഇത് കല്ലുമേ, ഇത് കക്ക മണ്ണിന്റെ താഴെ, മണ്ണിന് താഴെ, മണ്ണിനടിയിൽ വേറെ സൈസാ. രണ്ടോ സൈസ് ഉണ്ട്. ഇത് കല്ലിമക്കായ, ഇത് ചിപ്പി. ഇവിടെ ഞങ്ങൾ ചിപ്പി എന്ന് പറയും. ചിപ്പി എന്ന് പറയും, വടക്കോട്ട് കല്ലുമ്പേക്കായ എന്ന് പറയും. ഇത് കല്ലിമക്കായ അല്ലേ. അപ്പൊ ചേട്ടൻ ഇപ്പൊ പൊളിക്കുന്ന എന്നാ? ഇവിടെ ഞങ്ങൾ പറയുന്നത് മുരിങ്ങ ഇറച്ചി. ഓക്കെ ഓക്കെ. പിന്നെ വേറെ ഏതാ ചേട്ടൻ പറഞ്ഞേ? കക്കയുണ്ട് വേറെ. ആണോ? ഇത് വലിയതുണ്ടല്ലോ ഇതിനകത്ത്. ഇതന്നെ. ഇതാ ഈ ചെറുത്. അപ്പൊ ഇത് ഇനിയും വലുതാവും. അതെ അല്ലേ. അടിപൊളി, കൊള്ളാം. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. അടിപൊളി. സാമ്പ്രാണിക്കൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊളി. കിടു 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 കിടു. ഒരു സോഡയല്ലേ? സോഡയല്ലല്ലോ. സോഡ ഉണ്ടോ? സോഡ ഉണ്ടല്ലേ. ഹൗസ് ബോട്ട് ഉണ്ടോ ചേച്ചി? അതെ, അത് കൊല്ലത്തുനിന്ന് വരും. അത് പക്ഷേ ഇവിടെ ഇറക്കും. ചിലപ്പോഴേ ഇവിടെ തിരിച്ചു വരുമ്പോഴേ ഇറക്കുമല്ലേ ഇവിടെ. അത് എത്രയാണെന്ന് അറിയത്തില്ല. അത് പാക്കേജ് ഉണ്ടോ? ഒരു ഫാമിലി ഒരു 10-15 പേര് ചേർന്ന് പോകണം. ഒരു ദിവസം ഫുള്ളായിരിക്കും. ഒരു ദിവസം ഫുള്ളായിരിക്കും. രാവിലെ ഇതേപോലെ സമയം പോയിട്ട് വൈകിട്ട് 5 മണി വരെ ഫുഡ് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. അതല്ലേ. ഫുഡിന് പ്രത്യേകം പൈസ കൊടുക്കണം. അല്ല, മൊത്തത്തിലുള്ള പാക്കേജ് 1500 1550. പക്ഷേ ശ്രീ അഷ്ടമുടിക്കകത്ത് വേറെയാണല്ലോ. അത് കുടുംബശ്രീ ഫുഡ്. അത് സീറ്റിന് മാറി 400. പിന്നെ ഫുഡിനാണ് പ്രത്യേകം കണ്ടോ എന്നാ രസമാണെന്നറിയോ? നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നടക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ നടക്കാം. അതൊക്കെ വെള്ളത്തിൽ കൂടെ നടക്കുന്നുണ്ടോ? വെള്ളത്തിൽ കൂടെ നടക്കുന്നത്, വെള്ളത്തിൽ കൂടെ നടക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടല്ലേ? ചേട്ടൻ എവിടെ പോയിട്ട് കക്ക വരുന്നേ? കുറെ ഉള്ളിലോട്ട് പോകും. മുങ്ങി വരുന്ന ഇനി എപ്പോഴാ പോന്നേ? രാവിലെ പോകത്തുള്ളൂ. വരുവാണെങ്കിൽ ചേട്ടൻ്റെ കൂടെ പോവായിരുന്നല്ലേ? വരുന്ന കാണേ. മുങ്ങി വരുന്നേ. അരങ്ങി വിഴിഞ്ഞ് പച്ചക്ക് ഇത് കഴിക്കാനോ? 20 എണ്ണം അടപ്പിച്ച് ഇന്നോണ്ട് പോയി. 20 എണ്ണം ഒറ്റയ്ക്ക് ഒരാളെ ഇന്നോണ്ട് പോയി. തിന്നോണ്ട് പോയോ? ഞങ്ങൾക്ക് വേവിച്ചത് കൊടുക്കാന്ന് പറഞ്ഞപ്പോ പറയാം അയലോറെ വേവിച്ച അതിനെ കപ്പയും കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു ഇവിടെ. എന്നാ ഞായറാഴ്ച ഇത് പച്ചക്ക് തിന്നാ? ഒരെണ്ണം കഴിച്ചു നോക്കിയാലോ? ഇതെന്നാ മീൻ ഇതിനകത്തിട്ടേക്കുന്ന ചേച്ചി? അത് ഞാനിപ്പോ ചുമ്മാതെ വെച്ചില്ല. എന്നാ ഒന്ന് കഴിച്ചു കാണിക്കുവോ? ചേട്ടനിപ്പോ ഈ പച്ചക്ക് ഈ കക്ക തിന്നാൻ പോവാ കേട്ടോ. ചേട്ടൻ നിന്ന് കഴിയുമ്പോ നിങ്ങൾ തിന്നണം.
ഈശ്വര. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അത് കുഴപ്പമുണ്ടെങ്കിൽ അത് ഞങ്ങൾ സംഭവിക്കില്ല. അതെ, ഒരു ഈ ശകലം പച്ച കക്ക ഇച്ചിരി വെള്ളം ചോദിക്കും. ഇത് കൊള്ളാം. കിടക്കുന്ന ഉപ്പിനകത്തുനിന്നല്ലേ ഇത് ഒറ്റ മിടിങ്ങ ഇറക്കുക കാര്യം തീർന്നു. ചേട്ടാ പച്ചക്ക് തിന്ന് കേട്ടോ. കണ്ടില്ലേ ഇത്? ആ ഇത് കാണി പിടിച്ചാ ആ പിടിച്ച് ഒന്നുകൂടെ കഴിച്ചേട്ടെ. പിടിച്ചില്ലേ? ഞാനത് പെട്ടെന്ന് ഞെട്ടിപ്പോയി. എങ്ങനെയല്ല ഇത് മൊത്തം അരിതാ നിന്ന് തീർക്കുമല്ലോ. ഇത് വിൽക്കാൻ കാണുമോ? ഇതാ പച്ചയാണ്, പച്ചക്ക് സാധനം ഇപ്പൊ പൊളിച്ചെടുത്തത്. കണ്ടോ? ആ വിഴുങ്ങി ചവയ്ക്കൂല. അത്ര ഉള്ളത്. ചവയ്ക്കണമെങ്കിൽ വേണേ ചവയ്ക്കാം. ആണോ? ഓരോരുത്തരുടെ ഓരോ ഇഷ്ടം. നാരങ്ങ കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടേ അടിപൊളി. ഷെല്ലിനകത്ത് ഇങ്ങനെ വെച്ചേക്കും. ഇപ്പൊ ഇത് ഇപ്പൊ ഇളക്കുന്നില്ല, ആ ഇങ്ങോട്ട് പിഴിയും. ശ്വാസം മുട്ടിനൊക്കെ നല്ലതാണ്. ഏത് ഇതാ? ഇതിപ്പോ ഇതിങ്ങനെ പച്ചക്ക് പൊളിക്കുന്നില്ലേ? ആ ഇതിപ്പോ പൊളിക്കുന്നത് ഇപ്പൊ ഈ ഷെല്ലിനകത്ത് വെക്കും. കഴുകും. നമ്മളിപ്പോ ശകലം വെള്ളം ഒഴിച്ചിരുന്ന് കഴുകിയിട്ട് കഴുകും. ഇതിനകത്ത് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കും. ആ. എന്നിട്ട് ഇങ്ങനെ അങ്ങ് തട്ടും. തട്ടും അല്ലേ? അപ്പം ഞാൻ തട്ടി നോക്കട്ടെ. തട്ടിക്കോ, നാരങ്ങ പിഴിഞ്ഞുതരാം. അപ്പോൾ പൊളിക്കുന്ന കാണിച്ചു കൊടുക്കണം. പൊളിക്കുന്ന കാണിച്ചു കൊടുക്കണം. ആൾക്കാർ കാണണ്ടേ? ഈ പറ്റിക്കുന്നതാന്ന് വിചാരിക്കും. ഇതാ ചേച്ചി പൊളിക്കാൻ പോവാണേ. തിരക്ക് വരുമോ? ചേച്ചി പൊളിക്കുവാണേ. പിടിച്ചോ. പൊളിക്കുന്ന കാണിച്ചത് ഇതാ ഫ്രഷ് കക്ക പൊളിക്കുക കേട്ടോ. ചേച്ചി പൊളിച്ചേ, ഫ്രഷ് സാധനം പൊളിച്ച് ജസ്റ്റ് ഒന്ന് കഴുകുന്നു അല്ലേ? തോട് നമ്മൾ ഓട്ടി ഇളക്കുമ്പോഴേ ഓട്ടിപ്പൊടി ഉണ്ടെങ്കിൽ പോകാനാട്ടാ ആ നമ്മൾ കഴുകിയത്. ഓക്കെ. എന്നിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് അത്തേലോട്ട് ഒഴിക്കും. നോക്കണേ, മാറ്റിയിട്ടൊന്നുമില്ല, പച്ച സാധനം കേട്ടോ. ഇത് കഴിക്കാനായിട്ട് ആൾക്കാർ വരും അല്ലേ? പിന്നെ ഓയിസ്റ്റർ, ഇത് കാൽസ്യം കൂടുതലുള്ള വകയാണ്. ഇതാ ഇങ്ങനെ തോടോടങ്ങ് ആ തട്ടിക്കും. അങ്ങോട്ട് പിടിക്കും. കുരു കളയണ്ടേ? ആ കളഞ്ഞോ. അല്ല നാരങ്ങ ആ തട്ടല്ലേ? ഇതാ പച്ച കക്ക കേട്ടോ. ഇതാ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ആ ഫസ്റ്റ് ടൈം കേട്ടോ, ഫസ്റ്റ് ടൈം. ഇത് എവിടെ? ഇത് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ? ആ ഇവിടെ ഇതാ പച്ചക്ക് വിഴുങ്ങി കേട്ടോ. അടിപൊളി, സൂപ്പർ, സിമ്പിൾ അല്ലേ? ഒരു സീനും ഇല്ല കേട്ടോ, ഒരു വിഷയമില്ല. കിടു ചമച്ചങ്ങ് കഴിക്കും അല്ലേ? അടിപൊളിയാ. ഇതിപ്പോ അതെ അല്ലേ? ശ്വാസമുട്ടലിനൊക്കെ അടിപൊളിയാ അല്ലേ ഇത്? പിന്നെ ഈ മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഹോർമോണിൻ്റെ ഒക്കെ തകരാറ് പരിഹരിക്കാനും അതിനൊക്കെ നല്ലതല്ലേ? പിന്നെ ചേട്ടൻ ഇവിടെ പൊളിച്ചു. ചേട്ടൻ കക്ക വരാൻ തന്നെ പോകുന്നേ? അതെ അല്ലേ? ചേട്ടൻ പിന്നെ ഇതൊന്നും ആക്കിയില്ല കേട്ടോ, നാരങ്ങയൊന്നും പിഴിഞ്ഞൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പിഴിഞ്ഞു. ദഹിച്ചോളൂല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. ആ നമ്മൾ വേവിച്ചല്ലേ കഴിച്ചിട്ടുള്ളൂ. ഒരു കുഴപ്പമില്ല. ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് കേട്ടോ. അടിപൊളിയാ, കൊള്ളാം, സൂപ്പർ, നല്ല രസമുണ്ട്. വള്ളം പേരെങ്ങനെയാ ചേച്ചി? എൻ്റെ പേര് നാൻസി. നാൻസി അല്ലേ? ചേട്ടൻ്റെ? ടൈറ്റസ് അല്ലേ?
സാമ്പ്രാണിക്കുടി അല്ലേ? അത് സാമ്പ്രാണിക്കുടി ഐലൻഡ്. അതെന്ത് കേട്ടോ അത്? ലൈറ്റാണ് രാത്രി. ലൈറ്റാ? ലൈറ്റാ ബോട്ട് പോകുന്ന റൂട്ട് കാണിക്കുന്നത്. അത് അവിടെ സെൻറ്ററിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. അടിപൊളിയാണല്ലോ. അതിങ്ങനെ കുറേ സ്ഥലത്തുണ്ടോ? ചേട്ടൻ നമുക്കായിട്ട് വെച്ച് കേട്ടോ? ഒരു ചെറിയ നമ്മൾ വന്ന ബോട്ട് പോവാട്ടോ. തിരിച്ചു പോവാം. തിരിച്ചു പോകണോ? അതിലെങ്കിലേ ഓടി വന്ന പോറായോ? ആൾക്കാരുണ്ടോ? അടുത്ത് ഇനി ആളാവണല്ലേ? ആ ഇതിപ്പോ 6 അല്ല, ഇതെത്ര നമ്പർ? 9 അല്ലേ? 14 പോയതേ ഉള്ളൂ. 15 പോയല്ലേ? അത് കഴിഞ്ഞിട്ട് വന്നേ 21 ബോട്ടുണ്ടല്ലേ? അതിനുശേഷം മാത്രമേ അടുത്ത പിന്നെ 1, 2 അങ്ങനെ. ഓ അപ്പം നമ്മൾ പോയത് 9-ലാണ്. 21 അല്ലേ? അപ്പൊ അത് ഈ ഇന്ന് ഇത്രയും വരെ പോയിട്ടുള്ളല്ലേ? ഇന്ന് തുടങ്ങിയിരിക്കുന്ന ഇതിനകത്താണ്. പിന്നെ പേരൻ ആലനല്ലേ? അത് വണ്ടി ഓടിക്കുന്ന ആളുടെ പേരാ? അപ്പൊ ഇന്ന് തുടക്കം ഇതാ. അപ്പൊ അത് മുതൽ ഇങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ സാമ്പ്രാണിക്കുടിയിലെ ബോട്ട് സർവീസ് അല്ലേ? ഓക്കെ ചേട്ടാ, താങ്ക്സ്. എന്നാൽ പിന്നെ പോയേക്കുക.